ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ പോകുന്ന പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ വീടിൻ്റെ അവസ്ഥ ഒരു യുദ്ധക്കളമായിരിക്കും. പ്രത്യേകിച്ച് ഈ സൺഡേ കഴിഞ്ഞിട്ടുള്ള മൺഡേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അനിയത്തെ വിടാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ അടുക്കളയായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു മിറ്റം തൂക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവർക്കുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതും അരിമണിയൊന്നും അവർക്ക് പറ്റത്തില്ല, ബിസ്ക്കറ്റ് തന്നെ വേണം. അപ്പോൾ രാവിലെ അണ്ണാനും ബുൾബുൾ കിളിയും കാക്കത്തമ്പുരാട്ടിയും കരിയിലക്കിളിയും ഒക്കെ വരും. എന്നും കുടിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഞാൻ ചിയാസിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ ഉപ്പുമാങ്ങ എടുത്ത് ചരിയുന്നു അച്ചാറിന് വേണ്ടിയിട്ട്. കുളിച്ചിട്ടിറങ്ങിയപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും തന്നു. എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇതേപോലെ അടുക്കള വന്നിരുന്ന അമ്മയെടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരിക്കും കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഡ്യൂട്ടിയാണ് ക്ലീൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ അമ്മയുടെ രാവിലത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ പാത്രമൊക്കെ കഴുകിയ സിങ്കിൻ്റെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ റൂമിൽ പോയി ഞങ്ങളുടെ റൂം വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അത് ഒരാൾ പോയോണ്ട് അതിൽ യുദ്ധക്കളം പോലെ കിടക്കുകയായിരുന്നു ശരിക്കും. പിന്നെ അതും വൃത്തിയാക്കി തൂത്തും കൂടെ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് നേരം പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയാലോ എന്നോർത്ത് കുറച്ച് നേരം ഇന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച സമയമായി, ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അതും കഴിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കാണെങ്കിൽ കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതാണ് അമ്മയുടെ ഉച്ചക്കത്തെ ഫുഡ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് എരി വേണമെങ്കിൽ പച്ചമുളകും ഇട്ട് പിന്നെ കേടും അതേപോലെ തന്നെ 4 സ്പൂൺ റൈസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ എന്താണോ എന്നുള്ള കറി അതും കൂടുതലായിട്ട് എടുത്തിട്ട് അതായിരിക്കും കഴിക്കുന്നത്. ഉച്ചയായപ്പോഴത്തേക്ക് അനിയത്തി സ്കൂളിൽ നിന്ന് വന്ന് ഒരു നാരങ്ങകളൊക്കെ ഉണ്ടാക്കി എനിക്കും തന്നു. ദോഷം പറയല്ലോ, വായി വെക്കാൻ കൊള്ളത്തില്ലേലും ഞാൻ മുഴുവൻ കുടിച്ചു. അവൾക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 30 വർഷം പഴക്കമുള്ള ഒരു ഭരണിയാണ് ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് എൻ്റെ അമ്മ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കൊച്ചുനാളത്തെ ഭരണിയാണെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് കൊടുത്തതാ. പിന്നെ അമ്മ അതെടുത്തിപ്പം വെയിലത്ത് ഉണക്കാൻ പോകുന്നതാണ് ദേ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഉണക്കാൻ വെച്ചിരിക്കുന്നതിനകത്ത് വക്ക് പൊട്ടിയത് കാണുന്നുണ്ടെങ്കിലും ഈ ഭരണി കളയാൻ അമ്മ തയ്യാറാവത്തേയില്ല. ബിക്കോസ് ഈ ഭരണിയോട് അമ്മയ്ക്ക് ഭയങ്കര ഒരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഭരണി നമ്മൾ പൊടി തട്ടി എടുക്കാനുള്ള മെയിൻ കാരണം ഇയാൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറയുമെങ്കിൽ നമുക്ക് ഇവനെ അലങ്കരിച്ചെടുക്കാന്ന് ഓർത്ത് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന നമ്മുടെ ഈ ഒരു അലക്കല്ലാണ്. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി അലക്കല്ലാണ് പണിഞ്ഞു കൊടുത്തത്. ചുമ്മാ പറഞ്ഞു കേട്ടോ. 2024 അവർ രണ്ടുപേരും ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സംഭവമായിരുന്നു ഇതേപോലെ ഒരു അലക്കല്ല്. തുണി നനയ്ക്കുമ്പം അവിടെ അങ്ങ് ചെളിയാവരുത് അന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മാങ്ങയൊക്കെ ഉപ്പിലിടാന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെയും തുറന്നു നോക്കുകയാണ് എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. പിന്നെ ഓരോ ലെയറായിട്ട് മാങ്ങ ഇടാന്ന് വിചാരിച്ചെടുത്തത്. നമ്മൾ എത്ര മാങ്ങ പൊട്ടിച്ചു നോക്കിയിട്ട് അതിനകത്തോട്ട് ചോന വീഴുന്നത് മാത്രം വീഡിയോ കിട്ടുന്നില്ല. വീഴുന്നുണ്ടെങ്കിലും തുടച്ച് വെച്ചിരിക്കുന്നുണ്ട്. വീഴുന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ കിട്ടുന്നില്ല. അപ്പം ഇതെടുക്കുക അടുത്തതിൽ വരും അടുത്തതിലും എന്ന് പറഞ്ഞ് ഓരോന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ വരുന്നതേ ഇല്ല. ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടിയില്ല അതിനകത്തുനിന്ന് വീഴുന്ന. പിന്നെ എനിക്ക് ആ ലെയർ ഉപ്പങ്ങ് ഇടാന്ന് വിചാരിച്ചു. അതിട്ട് അടുത്ത ലെയർ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരേ ലെയർ ഇട്ട് നമുക്ക് അതിനകത്ത് കിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു ശ്രമമേ അങ്ങ് ഉപേക്ഷിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു മാങ്ങ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അച്ഛനും അതിനകത്തിട്ട് ഞാനും അച്ഛനും ചോദിച്ചു. സാധാരണ നമ്മൾ ഉപ്പ് മാങ്ങ ഇടുമ്പോൾ അതിനകത്ത് ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ഒഴിക്കുമല്ലോ. പക്ഷെ അമ്മ പറയും നമ്മളിത് പുതിയൊരു രീതിയിൽ ഇടാം. അമ്മ ഏതോ ഒരു വീഡിയോ കണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞപ്പം തുണിയൊക്കെ ഇട്ട് കെട്ടി വെക്കുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്ത്. പിന്നെ ബാക്കിയുള്ളത് സാധാരണ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. 10 ടാറ്റാ.